ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഉണക്കമീൻ വറുത്തതിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നമ്മുടെ റെസിപ്പി തയ്യാറാക്കാനായിട്ട് ഞാൻ അടുപ്പിലേക്ക് ഒരു ചീനച്ചട്ടി വെച്ചിട്ട് അതിലേക്ക് ആവശ്യമായിട്ടുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മുടെ മീനെല്ലാം നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. എണ്ണ ചൂടായി വരുമ്പോൾ നമുക്ക് നമ്മുടെ ആ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മീൻ ഓരോ പീസായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് വറുത്തെടുക്കണം. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്ന കടവരാൽ എന്ന് പറയുന്ന മീനാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ നാട്ടിൽ അതിന് എന്താ പേര് പറയുന്നതെന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തോളൂ. ഇനി നമുക്കിതിലേക്ക് ആവശ്യം കുറച്ച് ചുവന്നുള്ളിയാണ്. ഒരു 7-8 പീസ് ചുവന്നുള്ളി ഞാനിവിടെ എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഇതേപോലെ ഒരു ഇടികല്ലിലിട്ട് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കാം. ഒത്തിരി അരഞ്ഞു പോകരുത്, ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്താൽ മതിയാവും. ഇനി നമുക്കതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഞാനൊരു പാത്രത്തിലേക്ക് മൊത്തം മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ മീനെല്ലാം നന്നായിട്ടൊന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഓൾറെഡി നമ്മൾ ഈ ഉണക്കമീനാകുമ്പോൾ അതിൽ ഉപ്പിട്ടിട്ടായിരിക്കുമല്ലോ ഒരു ഉണക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ അധികം ഉപ്പ് അതിലേക്ക് ചേർക്കാറില്ല. ഇനി നമുക്ക് കുറച്ച് എണ്ണയും കൂടെ ഒഴിച്ചിട്ട് നമ്മുടെ ആ ചതച്ചെടുത്ത ഉള്ളി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഉള്ളിക്ക് ആവശ്യമായിട്ടുള്ളൊരു നുള്ളു ഉപ്പ് കൂടെ ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നന്നായിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കാം നമുക്ക്. അപ്പോൾ നന്നായിട്ടൊന്ന് വാടി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒരു 3/4 ടീസ്പൂണോളം മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. നന്നായിട്ട് ഇതേപോലെ ആ മീനും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്താൽ മതി. അപ്പം നമ്മുടെ ഉണക്കമീൻ വറുത്തത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ടേസ്റ്റി റെസിപ്പിയാണ്. അപ്പം എല്ലാവരും തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്യുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക.